എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള BSc പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കും പുതുതായിട്ട് അംഗീകാരം ലഭിച്ച കോളേജ് കോഴ്സുകളിലേക്കും നടത്തിയിട്ടുണ്ടായിരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതും താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അലോട്ടഡ് എന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള പേജിലേക്ക് പോകാവുന്നതും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് പേജിൽ നിങ്ങൾക്ക് അവിടെ ഏത് കോളേജിലാണ് ഏത് കോഴ്സിലാണ് എത്രാമത്തെ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾ ഈ ഒരു ഡിസംബർ 6-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ അഡ്മിഷൻ നേടുക. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിസംബർ 5-ാം തീയതിക്കകം നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് ഡിസംബർ 6-ാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്യണം. അതായത് ഇന്ന് ഈ ഒരു ബാങ്ക് വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുള്ളൂ. ഈ ഒരു ബാങ്ക് വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവും. അപ്പോൾ ഓൺലൈനല്ല നിങ്ങൾ ചലാൻ വഴിയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ അതായത് മേക്ക് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻസ് ഉണ്ടാവുക. ഒന്ന് നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ചലാൻ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഓൺലൈനായിട്ടുള്ള UPI അതുപോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ ബാങ്ക് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചലാൻ പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആണെങ്കിൽ UPI എന്നുള്ള ആ ഒരു പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ UPI ID നൽകിയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാകുന്നതും അതായത് നിങ്ങൾ ഈ ഒരു യുവർ അലോട്ട്മെൻറ്റ്സ് പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുന്നതും ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങളുടെ എല്ലാവിധ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും എടുത്ത് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഡിസംബർ 6-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിലായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ, ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റ്, അതുപോലെ SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ OEC വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ SC/BC OBC വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ്, അത് വാക്സിനേഷൻ എടുത്തിട്ടില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, അത് നിലവിൽ ആവശ്യമില്ല, പിന്നീട് നൽകിയാൽ മതി. അതിനുശേഷം വിദ്യാർത്ഥികളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്, ഇത്രയുമാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാലൻസ് ഫീസ് ഉണ്ടെങ്കിൽ ആ ഒരു ബാലൻസ് ഫീസ്, സെൽഫ് ഫിനാൻസ് കോളേജാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഫീസ് അഡ്മിഷൻ സമയത്ത് 81,000 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് ഹോസ്റ്റൽ ഫീസ് കൂട്ടാതെയാണ് ഈ ഒരു 81,000 എന്ന് പറയുന്നത്. ചില കോളേജിൽ ഇതിൽ ചെറിയൊരു ചേഞ്ചൊക്കെ വരുന്നതാണ്, അതായത് ഈ ഒരു ഫീസിൽ ചേഞ്ചൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ആദ്യമായി കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 25,000 രൂപ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ടും അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ ഒരു BSc അതായത് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് തീയതി 10/12/2024 അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.